ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 15 ക്വസ്റ്റ്യൻസ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അത് മാത്രമല്ല, നമ്മുടെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ജനകീയമാക്കിയ കഥകളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നൃത്തരൂപം ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ജനകീയമാക്കിയ കഥകളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്, കേരള നടനമാണ്. കേരള നടനമാണ് ജനകീയമാക്കിയ കഥകളി എന്നറിയപ്പെടുന്നത്. അപ്പൊ കേരള നടനത്തിനെ പറ്റിയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ, കഥകളിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേരള നടനം എന്ന നാട്യരൂപം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി കേരള നടനം എന്ന നാട്യരൂപത്തെ ചിട്ടപ്പെടുത്തിയത് ഗുരു ഗോപിനാഥാണ്. കഥകളി നടനം എന്നറിയപ്പെട്ടിരുന്ന നൃത്തരൂപമാണ് കേരള നടനം. കേരള നടനം നൃത്തശൈലിയുമായി ബന്ധപ്പെട്ട് നടന കൈരളി എന്ന കൃതി രചിച്ചത് ഗുരു ഗോപിനാഥനാണ്. ഈ ഗുരു ഗോപിനാഥനാണ് അപ്പോ കേരള നടനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ജനകീയമാക്കിയ കഥകളി എന്നറിയപ്പെടുന്നത് നൃത്തരൂപമാണ്. ഏത് നൃത്തരൂപം? കേരള നടനമാണ്. ഹിന്ദു പുരാണേതിഹാസങ്ങൾക്ക് പുറമെ ക്രിസ്തീയവും ഇസ്ലാമികവുമായ വിഷയങ്ങളും വഴങ്ങുന്ന കേരളീയ നൃത്തരൂപമാണ് കേരള നടനം. ഗുരു ഗോപിനാഥുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഗുരു ഗോപിനാഥ് നടന ഗ്രാമമുണ്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ്. 1938 ചെന്നൈ കേന്ദ്രീകരിച്ച് നടന നികേതൻ എന്ന സ്ഥാപനം സ്ഥാപിച്ചത് ഗുരു ഗോപിനാഥനാണ്. ഈ കൂട്ടത്തിൽ കൂടി അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ആണ്. ദെൻ ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. 1987 ഒക്ടോബർ 9 എറണാകുളത്ത് വെച്ച് അരങ്ങിൽ വെച്ചാണ് ഇദ്ദേഹം അന്തരിച്ചത്. അപ്പൊ അരങ്ങിൽ വെച്ച് അന്തരിച്ച നർത്തകനാണ് ഗുരു ഗോപിനാഥ്. ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരള നടനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ഗുരു ഗോപിനാഥ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ചോദ്യം, 1904 ബ്രിട്ടീഷ് സർക്കാർ കൈസർ ഇ ഹിന്ദ് ബഹുമതി നൽകിയ ചിത്രകാരൻ ആരാണ്? ഏത് ചിത്രകാരനാണ് 1904 ബ്രിട്ടീഷ് സർക്കാർ കൈസർ ഇ ഹിന്ദ് ബഹുമതി നൽകിയത്? ആർക്കാണ്? ഓപ്ഷൻ ബി ആണ്, രാജാ രവിവർമ്മയ്ക്കാണ്. 1868 തിരുവനന്തപുരം കൊട്ടാരത്തിൽ എത്തിയ തിയോഡർ ജെൻസൺ എന്ന ഡച്ച് ചിത്രകാരനിൽ നിന്നാണ് എണ്ണച്ചായ ചിത്രരചന രീതിയും പാശ്ചാത്യ ചിത്രശൈലിയും രാജാ രവിവർമ്മ പഠിച്ചത്. അപ്പൊ രാജാ രവിവർമ്മ പാശ്ചാത്യ ചിത്രശൈലിയും എണ്ണച്ചായ ചിത്രരചന രീതിയൊക്കെ പഠിച്ചത് തിയഡോർ ജെൻസൺ എന്ന ഡച്ച് ചിത്രകാരനിൽ നിന്നാണ്. ഇദ്ദേഹം ജനിച്ചത് കിളിമാനൂരാണ്. കിളിമാനൂർ കൊട്ടാരത്തിലുള്ളതാണ് രാജാ രവിവർമ്മ. രാജാ രവിവർമ്മയുടെ പ്രസിദ്ധങ്ങളായ എണ്ണച്ചായ ചിത്രങ്ങളാണ്: ഒന്ന്, മുല്ലപ്പൂ ചൂടിയ നായർ സ്ത്രീ, തമിഴ് മഹിളയുടെ സംഗീതാലാപനം, ദാരിദ്ര്യം, ശകുന്തളയുടെ പ്രേമവീക്ഷണം. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധങ്ങളായ എണ്ണച്ചായ ചിത്രങ്ങളാണ്. ഓക്കെ, അടുത്തത്, കേരളത്തിലെ പ്രമുഖ പടയണി പഠന പരിശീലന കേന്ദ്രമായ കടമ്മനിട്ട പടയണി ഗ്രാമം ഏത് ജില്ലയിലാണ്? കേരളത്തിലെ പ്രമുഖ പടയണി പഠന പരിശീലന കേന്ദ്രമാണ് കടമ്മനിട്ട. ഈ കടമ്മനിട്ട പടയണി കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പടയണിയെ പറ്റി പറയുവാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ പ്രസിദ്ധമായ ഒരു കലാരൂപം, നാടൻ കലാരൂപമാണ് പടയണി. പടയണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 പദങ്ങളാണ്. ഒന്ന് ചൂട്ടുവെപ്പും അടുത്തത് കാച്ചിക്കെട്ടും. ചൂട്ടുവെപ്പ് എന്നാൽ 12 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പടയണിയുടെ 1-ാം ദിവസത്തെ ചടങ്ങ് ആരംഭിക്കുന്നു എന്നത് ഏതനുഷ്ഠാനത്തോടെയാണ്? ഈ ചൂട്ടുവെപ്പ് അനുഷ്ഠാനത്തോടെയാണ്. ഇനി കാച്ചിക്കെട്ട് എന്നാലോ? പടയണി നടക്കുന്നു എന്ന് വിവരമറിയിക്കാൻ നടത്തുന്ന വാദ്യമേളമാണ് കാച്ചിക്കെട്ട്. കാച്ചിക്കെട്ട് എന്ന വാദ്യമേളം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. പടയണിയുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് കാച്ചിക്കെട്ട്? പടയണി നടക്കുന്നു എന്ന് വിവരമറിയിക്കാൻ നടത്തുന്ന വാദ്യമേളമാണ് കാച്ചിക്കെട്ട്. അപ്പൊ ചൂട്ടുവെപ്പും കാച്ചിക്കെട്ടും പടയണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പദങ്ങളാണ്. ഓക്കെ,
ഞരളത്ത് രാമപൊതുവാൾ ഏത് കലയുമായി ബന്ധപ്പെട്ട പ്രസിദ്ധനായ വ്യക്തിയാണ്? ഞരളത്ത് രാമപൊതുവാള് ഏതുമായി ബന്ധപ്പെട്ടതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്. സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? രാമപൊതുവാള്. മറക്കരുത്. അപ്പൊ സോപാന സംഗീതം എന്താണ്? ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ പൂജ നടക്കുന്ന സമയത്ത് നടയിൽ നിന്ന് ഇടയ്ക്ക, കൈമണി എന്നീ വാദ്യങ്ങളുടെ അകമ്പടിയോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്ന കലാരൂപമാണ് സോപാന സംഗീതം. അപ്പൊ സോപാന സംഗീതം ആലപിക്കാൻ വേണ്ടിയിട്ട് വേണ്ട വാദ്യങ്ങൾ ഏതൊക്കെയാണ്? ഇടയ്ക്കയും കൈമണിയും. ദെൻ സോപാന സംഗീതത്തിൽ ആലപിക്കുന്ന പദങ്ങളാണ് ജയദേവരുടെ ഗീതാഗോവിന്ദത്തിലെ പദങ്ങള്. ജയദേവരുടെ ഗീതാഗോവിന്ദത്തിലെ പദങ്ങളാണ് സോപാന സംഗീതത്തിൽ ആലപിക്കുന്നത്. ഓക്കെ. ദെൻ ഗജചികിത്സാക്രമങ്ങൾ അവതരിപ്പിക്കുന്ന സംസ്കൃത ഗ്രന്ഥം ഏതാണ്? ഗജ ചികിത്സാക്രമങ്ങൾ അവതരിപ്പിക്കുന്ന സംസ്കൃത ഗ്രന്ഥം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. മാതംഗലീലയാണ്. ഏതാണ്? മാതംഗലീലയാണ് ഗജ ചികിത്സാക്രമങ്ങൾ അവതരിപ്പിക്കുന്ന സംസ്കൃത ഗ്രന്ഥം. മാതംഗലീല രചിച്ചതാരാണ്? തിരുമംഗലത്ത് നീലകണ്ഠൻ. നീലകണ്ഠൻ ആനയെ ആലോചിച്ചാൽ മതി. തിരുമംഗലത്ത് നീലകണ്ഠനാണ് എന്ത് രചിച്ചത്? മാതംഗലീല രചിച്ചത്. മറക്കരുത്. തിരുമംഗലത്ത് നീലകണ്ഠനാണ് ഏത്? മനുഷ്യാലയ ചന്ദ്രിക എന്ന് പറയുന്ന ഗാർഹിക വാസ്തുവിദ്യയെ പറ്റിയിട്ടുള്ള കൃതിയും രചിച്ചത്. അതുപോലെ തന്നെ ഗജചികിത്സാക്രമങ്ങൾ അവതരിപ്പിക്കുന്ന സംസ്കൃത ഗ്രന്ഥമായ മാതംഗലീല രചിച്ചതും തിരുമംഗലത്ത് നീലകണ്ഠനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ ഏതെല്ലാം? ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? 1 കീചകവധം ഉണ്ട്, ഉത്തരാസംവയം, ദക്ഷയാഗം, കല്യാണ സൗഗന്ധികം. ഇതിനകത്ത് ഇരയിമ്മൻ തമ്പി രചിച്ചത് 1 കീചകവധം ഉണ്ട്, ഉത്തരാസ്വയംവരം ഉണ്ട്, ദക്ഷയാഗം ഉണ്ട്. പക്ഷേ കല്യാണ സൗഗന്ധികം രചിച്ചത് ആരാണ്? അത് കൊട്ടാരക്കര തമ്പുരാനാണ്. കല്യാണ സൗഗന്ധികം കൊട്ടാരക്കര തമ്പുരാനല്ല, കോട്ടയത്ത് തമ്പുരാനാണ് ഏത്? കല്യാണ സൗഗന്ധികം രചിച്ചത്. കല്യാണ സൗഗന്ധികം ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാനാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ കീചകവധം, ഉത്തരാസ്വയംവരം, ദക്ഷയാഗം എന്നിവ രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. ഇനി ഇരയിമ്മൻ തമ്പിയുടെ പ്രസിദ്ധമായിട്ടുള്ള രചനയാണ് ഓമനത്തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന ആ ഒരു താരാട്ട് പാട്ട്. അതുപോലെ തന്നെ വീരവിരാട കുമാര വിഭോ എന്ന് തുടങ്ങുന്ന കുമ്മിപ്പാട്ട്. ഇതൊക്കെ രചിച്ചത് ആരാണ്? ഇരയിമ്മൻ തമ്പിയാണ്. ദെൻ മുടിയേറ്റിന് യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച വർഷം ഏത്? മുടിയേറ്റിനാണ് ഏത്? 2010 2010 യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ചത്. ഏത്? കേരളത്തിലെ കലാരൂപമായ മുടിയേറ്റത്തിനാണ്. ദെൻ ചെറിയ മനുഷ്യരും വലിയ ലോകവും ആരുടെ കാർട്ടൂൺ പരമ്പരയായിരുന്നു? ചെറിയ മനുഷ്യനും വലിയ ലോകവും ആരുടെ ആണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ജി അരവിന്ദന്റെയാണ്. ഇനി ഇത്തിരി നേരം പോക്ക്, ഇത്തിരി ദർശനം, ഇതാരുടേതാണ്? അതും ഒരു കാർട്ടൂൺ പരമ്പരയാണ്. ഇത്തിരി നേരം പോക്ക്, ഇത്തിരി ദർശനം, അത് OV വിജയന്റേതാണ്. നമ്മുടെ OV വിജയന്റെ, അതായത് നോവലിസ്റ്റ് ആയിട്ടുള്ള OV വിജയന്റെ കാർട്ടൂൺ പരമ്പരയാണ് ഇത്തിരി നേരം പോക്ക്, ഇത്തിരി ദർശനം. ഇനി കിട്ടുഅമ്മാവൻ എന്നും പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു. അതൊരു പോക്കറ്റ് കാർട്ടൂൺ ആണ്. മലയാളത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂണുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ് കിട്ടുമ്മാവൻ. ഈ കിട്ടുമ്മാവൻ എന്ന് പറയുന്നത് കാർട്ടൂണിസ്റ്റ് യേശുദാസന്റെയാണ്. കാർട്ടൂണിസ്റ്റ് യേശുദാസന്റെ. അപ്പോൾ ചെറിയ മനുഷ്യരും വലിയ ലോകവും ആരുടേതാണ്? ജി അരവിന്ദന്റേതാണ്. പിന്നെ OV വിജയന്റെ കാർട്ടൂൺ പരമ്പരയാണ് ഇത്തിരി നേരം പോക്ക്, ഇത്തിരി ദർശനം. കാർട്ടൂണിസ്റ്റ് യേശുദാസന്റെ ആണ് ഏത്? കിട്ടുമ്മാവൻ എന്ന പോക്കറ്റ് കാർട്ടൂണുകൾ. കേരളത്തിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂണുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ കിട്ടുമ്മാവനാണ്. ഇത് രചിച്ചത് ആരുടെ സൃഷ്ടിയാണ്? കാർട്ടൂണിസ്റ്റ് യേശുദാസന്റെ സൃഷ്ടിയാണ്. അടുത്തത് കർണാടക സംസ്ഥാനത്തിൽ വ്യാപകമായി പ്രചാരത്തിനുള്ള നാടോടി കലാരൂപം ഏതാണ്? ഏതാണ് കർണാടകയില് ആൻസർ ഓപ്ഷൻ ബി ആണ്. യക്ഷഗാനമാണ്. കാസർഗോഡ് ജില്ലയിലും കർണാടകയിലും കർണാടക സംസ്ഥാനത്തിലും നിലവിലുള്ള നാടോടി കലാരൂപമാണ് നമ്മുടെ യക്ഷഗാനം എന്നത്. മറക്കരുത്.
ഓക്കെ, ഇനി യക്ഷഗാനത്തിന്റെ പ്രത്യേകത എന്താണ്? സംഗീതത്തിന്റെയും താളാത്മക ചലനങ്ങളുടെയും മുദ്രകളുടെയും സമ്മിശ്ര കലയായി അറിയപ്പെടുന്നത് യക്ഷഗാനമാണ്. എന്താണ് യക്ഷഗാനം? സംഗീതമുണ്ട്, അതുപോലെ തന്നെ താളാത്മക ചലനങ്ങളുണ്ട്, മുദ്രകളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ഏത്? നമ്മുടെ യക്ഷഗാനം എന്നത്. അടുത്തത്, ബന്ധമില്ലാത്ത ജോഡി ഏതെന്ന് കണ്ടെത്തുക. മയിൽപീലി തൂക്കം, അർജുന നൃത്തം. ശരിയാണ്, മയിൽപീലി തൂക്കം എന്നറിയപ്പെടുന്നത് അർജുന നൃത്തമാണ്. നടന കൈരളി, കേരള നടനത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ്. ഗുരു ഗോപിനാഥ് എഴുതിയ പുസ്തകമാണ് ഏത്? നടന കൈരളി. കൂടിയാട്ടം, കൂടിയാട്ടം ഏതാണ്? കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കൂടിയാട്ടത്തിന്റെ സമസ്ത വശങ്ങളെയും പറ്റി ശാസ്ത്രീയമായി പ്രതിപാദിക്കുന്ന കൃതിയാണ് നാട്യകൽപദ്രുമം. രചിച്ചത് മാണി മാധവ ചാക്യാറാണ്. മാണി മാധവ ചാക്യാറാണ്. ഇനി ബയലാട്ടം, തെയ്യം. അപ്പൊ അത് തെറ്റാണ്. ബയലാട്ടം എന്നറിയപ്പെടുന്നത് ഏതാണ്? ബയലാട്ടം എന്നറിയപ്പെടുന്നത് അത് തെയ്യാണ്. തെയ്യം തെറ്റാണ്. ബയലാട്ടം എന്നറിയപ്പെടുന്നത് യക്ഷഗാനമാണ്. അപ്പൊ അതാണ് തന്നിട്ടുള്ളതിൽ ബന്ധമില്ലാത്ത ജോഡി. ഓക്കെ, ഇനിയുണ്ട് 5 ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻസ്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ മോഡൽ എക്സാംസ് ഉൾപ്പെടെയുള്ള ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് മോഡൽ എക്സാംസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ടോപ്പിക് വൈസ് എക്സാംസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം, എന്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? എന്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? ആരുടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഗുരു ഗോപിനാഥിന്റെ ആത്മകഥയാണ് ഏത്? എന്റെ ജീവിത സ്മരണകൾ. എന്റെ ജീവിത സ്മരണകൾ ഗുരു ഗോപിനാഥിന്റെ ആത്മകഥയാണ്. അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളീയ കലാരൂപം ഏതാണ്? അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളീയ കലാരൂപം ഏതാണ്? കൂടിയാട്ടമാണ്. അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളീയ കലാരൂപമാണ് ഏത്? കൂടിയാട്ടം. ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ചൂട്ടുവെപ്പ്? ചൂട്ടുവെപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ചൂട്ടുവെപ്പ്? ആൻസർ ഓപ്ഷൻ സി ആണ്. പടയണിയുമായി ബന്ധപ്പെട്ടതാണ് ചൂട്ടുവെപ്പ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ കഥകളിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാമത്തത്, കഥകളിയുടെ മുൻഗാമിയാണ് രാമനാട്ടം. ശരിയാണ്. വെട്ടത്ത് സമ്പ്രദായം എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. അതും ശരിയാണ്. ഒരു സ്ഥലത്ത് കഥകളി ഉണ്ടെന്നറിയിക്കുന്ന ചടങ്ങ് കേളികൊട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതും ശരിയാണ്. കഥകളിയുടെ സാഹിത്യ രൂപമാണ് രാമനാട്ടം. അത് ശരിയാണോ? അല്ല, അത് തെറ്റാണ്. കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണ്? രാമനാട്ടം അല്ല, ആട്ടക്കഥയാണ്. അപ്പൊ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. അപ്പൊ അത് തെറ്റാണ്. ഓക്കെ, അടുത്തത്, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാന്ത്രിക താന്ത്രിക പൂജകൾക്കായി പല നിറത്തിലുള്ള പൊടികൾ കൊണ്ട് വ്യത്യസ്ത ദേവതകൾക്ക് വ്യത്യസ്ത ആകൃതികളിൽ നിർമ്മിക്കുന്ന കളങ്ങളെ ഏതു പേരിൽ വിളിക്കുന്നു? ഏതു പേരിലാണ് വിളിക്കുന്നത്? കളമെഴുത്ത്, കോലെഴുത്ത്, പത്മങ്ങൾ, അരക്കെഴുത്ത്. ആൻസർ ഓപ്ഷൻ സി ആണ്. പത്മങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ 15 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്കിന് വേണ്ടിയിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.